കൊടുക്കുന്നത് കാണാം. തീർത്തും അത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ 30 മില്ലി ആംപിയറിന്റെ കൊടുക്കുക. അതായത് ഒരു 100 മില്ലി ആംപിയർ എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ഷോക്ക് ഏൽക്കാനോ അല്ലെങ്കിൽ ഒരു സാധനം ഡാമേജ് ആകാനോ ഒക്കെ ആ ഒരു ലീക്കേജിനകത്തുള്ള ലീക്കേജ് മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ ടച്ച് ചെയ്യുന്ന ഫേസിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 30 മില്ലി ആംപിയർ ലീക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതിവിടെ ട്രിപ്പ് ആവും. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി അതല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെന്റിന്റെ സേഫ്റ്റി ഒക്കെ ഈ ഒരു RCCB നോക്കിക്കോളും. നമ്മളിവിടെ 100 മില്ലി ആംപിയർ ആണ് എടുക്കുന്നതെങ്കിൽ 100 മില്ലി ആംപിയർ പാസ് ചെയ്തതിനു ശേഷം മാത്രമേ ഇത് ട്രിപ്പ് ആവുള്ളൂ. അപ്പൊ ഏറ്റവും നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ലോഡുകളൊക്കെ കുറവില്ല വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് 30 മില്ലി ആംപിയർ തന്നെ ഉപയോഗിക്കലാണ്. അതാണ് RCCBന്റെ റേറ്റിംഗ്. 100 മില്ലി ആംപിയർ 30 മില്ലി ആംപിയർ ആണ് ഇപ്പോൾ. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ട്. സോക്കറ്റ് എർത്ത് ടെസ്റ്ററുകളാണ്. നമ്മൾ ഈ ഒരു പോകുന്ന സർക്യൂട്ടുകളിൽ ഈ സോക്കറ്റുകളിൽ നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ELCBന്റെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനും RCCBയുടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനും ആ സർക്യൂട്ടിൽ എർത്ത് ന്യൂട്രൽ ഫേസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇത്തരത്തിലെ സോക്കറ്റ് ടെസ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. അത് കൂടാതെ ഇതിൽ വിവിധ തരത്തിലുള്ള മില്ലി ആംപിയറുകളുടെ റേറ്റിംഗ് ഉണ്ട്. 10 മില്ലി ആംപിയർ 15 25 30 35 മില്ലി ആംപിയർ വരെ ടെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റിയിലെ ഒരു എർത്ത് നമ്മുടെ സോക്കറ്റ് ടെസ്റ്ററാണ്. അപ്പൊ ഇത് നമ്മളൊരു സോക്കറ്റിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നിശ്ചിത മില്ലി ആംപിയറുകളിൽ ഇട്ടിട്ട് നമ്മൾ ടെസ്റ്റ് അടിക്കുന്ന സമയത്ത് നമ്മളെ RCCBയുടെ എത്ര മില്ലി ആംപിയറിലാണ് നമ്മൾ RCCB ആക്ച്വലി കട്ടാകുന്നതെന്ന് മനസ്സിലാക്കാം. ഇൻ കേസ് 30 മില്ലി ആംപിയർ വെച്ചിട്ട് അത് 35ലും കട്ടാകുന്നില്ലെങ്കിൽ RCCB പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ 30 മില്ലി ആംപിയർ RCCB വെച്ചിട്ട് 10 മില്ലി ആംപിയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കട്ടാകുന്നുണ്ടെങ്കിൽ RCCB വീക്ക് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഇതിന്റെ ക്ലാസ്സസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ് പോവാന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കറന്റ് ലീക്കേജ് ടെസ്റ്റർ സാധാരണ രീതിയിൽ ഇതൊരു ക്ലാമീറ്റർ ആണ്. നിങ്ങൾക്കറിയാം ക്ലാമീറ്റർ നമ്മൾ ഉപയോഗിക്കാറ് സാധാരണ ഫേസുകൾ ഇതിലൂടെ ഫേസ് ഒരു എക്യുപ്മെന്റിലോട്ടോ സർക്യൂട്ടിലോട്ടോ പോകുന്ന ഫേസ് വയർ നമ്മൾ ഇത്തരത്തിൽ ക്ലിപ്പ് ചെയ്യും. ഇതിലൂടെ നമ്മളെ ഒരു സർക്യൂട്ടിലോട്ട് പോകുന്ന ഫേസ് ഈ ഒരു ക്ലാമീറ്ററിൽ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റേറ്റഡ് ആംപിയർ ആ ഒരു പ്രവർത്തിക്കുന്ന സമയത്ത് എത്ര കറണ്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മീറ്ററിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ക്ലാമീറ്റർ. ക്ലാമീറ്ററിന്റെ പ്രധാന ഉപയോഗം നമ്മളൊരു സർക്യൂട്ടൊക്കെ ഡിസ്കണക്ട് ചെയ്യാതെ തന്നെ അതിലൂടെ പോകുന്ന ഫേസിൽ ക്ലാമ്പ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ കറക്റ്റ് യൂണിറ്റ് എടുക്കാൻ പറ്റും. എന്നാൽ ഇത് മില്ലി ആംപിയർ 6 ആംപിയർ മുതൽ 600 മില്ലി ആംപിയർ മുതൽ 600 മില്ലി ആംപിയർ വരെ, അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ലീക്കേജുകൾ പോലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മീറ്ററുകൾക്കാണ് നമ്മൾ കറന്റ് ലീക്കേജ് മീറ്റേഴ്സ് എന്ന് പറയാം. കറന്റ് ലീക്കേജ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ലേ, ലീക്കേജ് ക്ലാമീറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇത് അത്തരത്തിൽ ലീക്കേജ് ക്ലാമീറ്റർ ആണ്. ഇതിന്റെ ക്ലാസ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇലക്ട്രിക്കലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് തന്നെ ചെയ്യുന്നില്ല. ഇത് ഇൻസുലേഷൻ റെസിസ്റ്റന്റ് ടെസ്റ്റർ. നമ്മളൊരു വീട് കംപ്ലീഷൻ കഴിഞ്ഞാൽ KCB ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്തിരിക്കണം. ലീഗലി നമ്മൾ ഇത് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ ഇതിന്റെ പേപ്പേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഇതിന്റെ വാല്യൂ എഴുതുന്നുണ്ട്. പക്ഷെ എന്റെ അറിവിൽ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നൊന്നുമില്ല. വാല്യൂ ജസ്റ്റ് ഇതിൽ അസ്യൂം ചെയ്തിട്ട് വാല്യൂ എഴുതിയിട്ട് ടെസ്റ്റ് ചെയ്തെന്നുള്ള രീതിയിൽ സീൽ വെക്കുന്നതാണ്. ചെയ്യുന്ന ആളുകൾ ഇല്ല എന്നല്ല. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വയറിങ് തീർത്ത് കഴിഞ്ഞാൽ ഫേസും ന്യൂട്രലും തമ്മിൽ എത്രത്തോളം റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട് അത് കൂടുതൽ കിട്ടണം. റെസിസ്റ്റൻസ് കുറയുന്നതിനർത്ഥം അവിടെ ലീക്ക് ഷോർട്ട് വരാനുള്ള ഒരു പൈപ്പിലൂടെ പോകുന്ന സമയത്ത് എർത്തും ഫേസും തമ്മിൽ റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ അത് പിന്നീട് ഹീറ്റ് ആയിട്ട് കത്തിപ്പിടിക്കാനും ഷോർട്ട് ആവാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ്. ന്യൂട്രലും ഫേസും തമ്മിൽ കിട്ടുന്നുണ്ടെങ്കിലും അത് തന്നെയാണ് പിന്നീട് ഫയറൊക്കെ എടുക്കാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് നമ്മൾ KCB ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റുകൾ ചെയ്യണം. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ്സസ് നമുക്ക് ഓൺ റൂമിൽ നടക്കാത്തത് ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് എർത്ത് റെസിസ്റ്റന്റ് ടെസ്റ്റ് ആണ്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ എർത്ത് ചെയ്യാൻ പാടില്ല. ചില സ്ഥലങ്ങളിൽ നമുക്ക് റാഡ് എർത്തിങ് മതിയാവും, ചില സ്ഥലങ്ങളിൽ നമുക്ക് പൈപ്പ് എർത്തിങ് വേണം, ചില സ്ഥലങ്ങളിൽ പ്ലേറ്റ് എർത്തിങ് വേണം. അതൊക്കെ നമ്മൾ ആ ഒരു ലാൻഡിന്റെ അല്ലെങ്കിൽ ആ എർത്തിന്റെ ആ ഒരു സോയിലിന്റെ റെസിസ്റ്റിവിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ്. നല്ല റെസിസ്റ്റൻസ് നല്ല കുറവുള്ള സോയിലാണെങ്കിൽ, നല്ല വാട്ടർ കണ്ടന്റ് ഒക്കെ ഉള്ള സോയിലാണെങ്കിൽ നമുക്ക് അവിടെ ഒരു റാഡ് എർത്തിങ് മതിയാവും. പ്രോപ്പറായിട്ട് റാഡ് എർത്തിങ് ചെയ്താൽ മതിയാവും. എന്നാൽ അത് കുറച്ച് മാറുന്നതിനനുസരിച്ച് പൈപ്പോ പ്ലേറ്റോ ഒക്കെ എർത്തിങ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളൊക്കെ ക്ലാസ്സസ് നമ്മൾ റെഡിയാക്കി. അതായത് നമുക്ക് ഒരു ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ സൈറ്റുകളിൽ
നമ്മൾ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന സൈറ്റുകളിൽ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സും അതുപോലെ ELCBയുടെ ട്രിപ്പിംഗ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ തുടർന്ന് വരാൻ നിൽക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ്, ഇന്റർവ്യൂകളിൽ ഒരുപാട് ഇന്റർവ്യൂകളിൽ തുടർന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്തെല്ലാം തരത്തില് ടൂൾസുകൾ ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പറയേണ്ടത് രണ്ട് കാര്യമുള്ളൂ. ഒന്ന് ഹാൻഡ് ടൂൾസ്, സെക്കൻഡ് വൺ പവർ ടൂൾസ്. ഓക്കെ, ഹാൻഡ് ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ന്യൂണ്ടോസ്കർ, കട്ടിംഗ് പ്ലെയർ, സ്പാനേഴ്സ്, സ്ക്രൂ ഡ്രൈവേഴ്സ്, ഹാമർ, ഷീസൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഹാൻഡ് ടൂൾസ് ആണ്. ഓക്കെ, പിന്നീടുള്ളത് പവർ ടൂൾസ്. പവർ ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്ന ആംഗിൾ ഗ്രൈൻഡർ, കട്ടർ, ഡ്രില്ല് എല്ലാം, ഡിമോളിഷൻ ഹാമർ ഒക്കെ നമ്മൾ പവർ ടൂൾസിലും ഉപയോഗിക്കും. അത് കൂടാണ്ട് ഒരു വിഭാഗമാണ് നമ്മുടെ മെഷറിംഗ് എക്യുപ്മെന്റ്സ്. മെഷറിംഗ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വോൾട്ട്മീറ്റർ, ആംപിയർ മീറ്റർ, മൾട്ടിമീറ്റർ, ക്ലാം മീറ്റർ, എർത്ത് റെസിസ്റ്റൻസ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, ഇത്തരത്തിലുള്ള പൊളാരിറ്റി ടെസ്റ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും മെഷറിംഗ് ടൂൾസ് ആയിട്ടും ഇന്റർവ്യൂവർ ചോദിക്കുന്ന സമയത്ത് നമ്മളെ നോളജ് മനസ്സിലാക്കാൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പറയുന്നതാകും നല്ലത്. കുറെ ആളുകൾ ഇന്റർവ്യൂല് ഇപ്പൊ റീസെന്റ് ആയിട്ട് ലുലുവിലോട്ട് നടന്ന ഇന്റർവ്യൂലും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അതാണ്. പിന്നെ യൂറോപ്പിലോട്ട് നോക്കുന്ന ആളുകൾക്ക് പുതിയൊരു കാര്യം കൂടെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് കേബിൾ പൂളിംഗ് എന്നുള്ളത്? കേബിൾ പൂളിംഗ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ ഇന്റർവ്യൂ നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കേബിൾ പൂളിംഗ് എന്ന് പറയുന്നത് യൂറോപ്യന്റെ ബാൾട്ടിക് ഏരിയാസ് പോലത്തെ രാജ്യങ്ങളിലൊക്കെ വിന്റർ ആകുന്ന സമയത്ത് മാസക്കണക്കിന് സൂര്യന് സണ്ണ് കുറവും, അതുപോലെ സമ്മർ ആകുന്ന സമയത്ത് നമുക്ക് വിൻഡ് എനർജി, അവർക്ക് വിൻഡും അതേപോലെ സോളാറും ആണ് അവരെ മെയിൻ റിസോഴ്സസ്. അപ്പോൾ അത് കുറവ് വരും. സമ്മർ ആകുന്ന സമയത്ത് വിൻഡ് കുറയാം, വിന്റർ ആകുന്ന സമയത്ത് സോളാർ എനർജി അവർക്ക് കിട്ടാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് എനർജിയും പാടെ സിംഗിൾ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാം, ഒരു വിൻഡ് മില്ലിൽ നിന്നുള്ള എനർജിയും ഒരു സോളാർ പാനലിൽ നിന്നുള്ള എനർജിനെ, അതല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് സോഴ്സുകളിൽ നിന്നുള്ള എനർജിയെ ഒരു സിംഗിൾ ഗ്രിഡിലോട്ട്, ട്രാൻസ്മിഷനിലെ ഒരു സിംഗിൾ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ കേബിൾ പൂളിംഗ് എന്ന് പറയാം. അതായത് സമ്മർ ആകുന്ന സമയത്ത് സോളാറിൽ നിന്നുള്ള എനർജി വരണം, അതുപോലെ വിന്റർ ആകുന്ന സമയത്ത് വിൻഡിൽ നിന്നുള്ള എനർജി വരണം എന്നുള്ള രീതിയിൽ ഈ ഒരു കണക്ടിങ്ങിനെയാണ്, അതല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് റിസോഴ്സസിനെ നമ്മൾ സിംഗിൾ ഗ്രിഡിലോട്ട് കണക്ട് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് കേബിൾ പൂളിംഗ് എന്ന് പറയുക. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാം. പേന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, മഷി പിടിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ കുറച്ച് വരച്ച് കാണിക്കാനും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്തായാലും നമുക്ക് പ്രാക്ടിക്കൽ സെഷൻസ് അവൈലബിൾ ആയി തുടങ്ങും. നിങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറെ ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തണം. കഴിഞ്ഞ ക്ലാസ് AC ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത്തരത്തിലുള്ള എല്ലാം പരിഗണിച്ചുള്ള ക്ലാസ്സുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.